ഹലോ അസ്സലാമലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു നാടൻ പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഈ ഒരു പലഹാരം നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത് അവിൽ വെച്ചിട്ടാണ്. ഈ ഒരു പലഹാരം കിടിൽ രുചിയാണ് കേട്ടോ. പിന്നെ അതിനോടൊപ്പം തന്നെ നല്ല ഹെൽത്തിയാണ്, നല്ല സോഫ്റ്റും ആയതാണ്. പിന്നെ എല്ലാവർക്കും തയ്യാറാക്കാൻ പറ്റും, നല്ല സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും വീഡിയോ ഒന്ന് കാണും ഫുള്ളായിട്ട്. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ അറിയാം നല്ല ടേസ്റ്റുള്ള നല്ല മധുരമുള്ളൊരു പലഹാരമാണെന്നുള്ളത്. നമ്മുടെ വീട്ടിൽ എപ്പോഴും കിട്ടുന്ന ചേരുവകൾ മാത്രം മതി കേട്ടോ ഇതുണ്ടാക്കാൻ. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം കേട്ടോ. അപ്പോൾ അതിന് മുന്നേറ്റ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഫുള്ളായിട്ട് കണ്ടിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഈ ഒരു പലഹാരത്തിന് മെയിനായിട്ട് വേണ്ടത് അവിൽ തന്നെയാണ്. അപ്പോൾ ഞാൻ 2.5 കപ്പ് അവിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ വേണ്ടതെങ്കിൽ അതിനനുസരിച്ച് എടുക്കുക. അപ്പോൾ 2.5 കപ്പ് അവിലെടുക്കുമ്പോൾ നമുക്ക് അത്യാവശ്യത്തിന് പലഹാരം ഉണ്ടാവും കേട്ടോ നമ്മൾ ഉണ്ടാക്കിയിട്ട് വരുമ്പോൾ. പിന്നെ അതുപോലെ തന്നെ ഇതെടുത്തിട്ടുള്ളത് ഞാൻ മട്ട അവിലാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വെള്ള അവിലാണെങ്കിൽ അതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമുക്കിതൊന്ന് വറുത്തെടുക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ ഞാൻ 2.5 കപ്പ് അവിലിവിടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഒരു 3 മിനിറ്റോളം ഒന്ന് വറുത്തെടുക്കുക. ആ ഒരു സമയമാകുമ്പോൾ തന്നെ ഇത് നല്ലപോലെ ഒന്ന് വറുത്ത് വരും കേട്ടോ. നമ്മൾ ഫ്ലെയിം ഒരിക്കലും കൂട്ടി വെക്കരുത് കേട്ടോ, അവിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ഇതിൻ്റെ ആ ഒരു ടേസ്റ്റിന് വ്യത്യാസം വരും. അപ്പോൾ മീഡിയം ടു ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് വറുത്തെടുത്താൽ മാത്രം മതി. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് കപ്പിൻ്റെ അളവിനാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കപ്പില്ലെങ്കിൽ ഗ്ലാസ് ആണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. പിന്നീട് എടുക്കുന്ന അളവുകളൊക്കെ അതിനനുസരിച്ച് എടുത്താൽ നമുക്ക് കറക്റ്റായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ 2.5 കപ്പ് അവിലെന്ന് വെച്ചാൽ നമ്മളിത് പൊടിച്ച് വരുമ്പോൾ വളരെ കുറച്ചായിരിക്കും കേട്ടോ. അതാണ് ഞാൻ 2.5 കപ്പ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതാ ഒരു 3 മിനിറ്റോളൊക്കെ ആയി നമ്മൾ മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഇതിന് ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇത് റെഡിയായോ നോക്കണമെങ്കിൽ നമ്മൾ കൈ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പൊടിച്ച് നോക്കിയാൽ മതി. അപ്പോൾ ഇത് കറക്റ്റ് പാകമായിട്ട് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, നമ്മൾ കയ്യിലെടുത്ത് നോക്കുമ്പോൾ പൊടിഞ്ഞ് വരുന്നുണ്ട്. നമുക്കിനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ, എന്നിട്ട് തണുക്കാനായിട്ട് വെക്കാം. അപ്പോൾ അത് അവിലൊക്കെ നല്ലപോലെ ഇവിടെ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കാം. നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഒരു 10 സെക്കൻഡ് മാത്രം ഒന്ന് അടിച്ചെടുത്താൽ മതി. അപ്പോഴേക്കും തന്നെ ഇത് പൊടിഞ്ഞ് കിട്ടും. ഇപ്പോൾ അതാ ഒരു 10 സെക്കൻഡോളം ഞാനിവിടെ അടിച്ചെടുത്തപ്പോഴേക്കും നല്ലപോലെ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്കിതിവിടെ മാറ്റി വെക്കാം കേട്ടോ. ഇനി വേണ്ടത് കുറച്ച് തേങ്ങാപ്പാലാണ്. അപ്പോൾ അതും കൂടെ ഒന്ന് എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഞാൻ 2 കപ്പ് തേങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ പാക്കറ്റ് പാൽ, പശുവും പാലൊക്കെ ഉണ്ടാവുമല്ലോ, അതിലൊന്നും തയ്യാറാക്കരുത് കേട്ടോ. തേങ്ങാപ്പാലിൽ തന്നെ തയ്യാറാക്കണം. അപ്പോഴാണ് നമുക്ക് ഈ ഒരു പലഹാരത്തിന് നാടൻ ഫ്ലേവർ കിട്ടുള്ളൂ. അതിലേക്ക് ഞാൻ 2.5 കപ്പ് വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. 2 കപ്പ് തേങ്ങയ്ക്ക് 2.5 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെള്ളം ഒരിക്കലും കൂടിപ്പോവരുത്, അതുപോലെ തന്നെ കുറയും ചെയ്യരുത് കേട്ടോ. 2.5 കപ്പ് ഒഴിച്ചിട്ട് എടുക്കുന്ന ആ ഒരു തേങ്ങാപ്പാലിലാണ് നമ്മളിത് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കറക്റ്റായിട്ട് തന്നെ അളവ് കിട്ടണം. അപ്പോൾ നമ്മൾ തേങ്ങാപ്പാലൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ച് മാറ്റി വെക്കാം. അപ്പോൾ നേരത്തെ നമ്മൾ അവിലും പൊടിച്ചെടുത്തു, ഇപ്പോൾ തേങ്ങാപ്പാലും റെഡിയാക്കി എടുത്തു. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് കപ്പലണ്ടി ഉണ്ട്, അതായത് നിലക്കടല. അപ്പോൾ അതൊന്ന് പൊടിച്ചെടുക്കണം. കപ്പലണ്ടി ഞാനിവിടെ 1 കപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വറുത്തതാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വറുക്കാത്തതാണെങ്കിൽ ജസ്റ്റ് ഒന്ന് വറുത്തിട്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഇതും ഫൈനായിട്ട് പൊടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അത് നമുക്ക് മാറ്റി വെക്കാം. ഇനി വേണ്ട ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കരയാണ്. അപ്പോൾ 4 അച്ച് ശർക്കര എടുത്തിട്ടുണ്ട്, അത്യാവശ്യം വലിയ ശർക്കരയാണ്. അതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ശർക്കരപ്പാനി അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതുപോലെ ഒരു പാത്രം എടുക്കുക, അതിലേക്ക് ഈ ഒരു തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ പാൻ എടുക്കുക, അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമുക്ക് അടിയിൽ പിടിക്കാതെ കിട്ടും. ഈ ഒരു തേങ്ങാപ്പാലിലേക്ക് നേരത്തെ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന അവിലുണ്ടല്ലോ, അതും ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഈ ഒരു തേങ്ങാപ്പാലിൽ ഈ അവിലിൻ്റെ പൊടി നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കണം കേട്ടോ. കട്ടകളൊന്നും ഇല്ലാതെ തന്നെ മിക്സാക്കി എടുക്കണം. അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ ഫ്ലെയിം ഓൺ ആക്കിയിട്ടില്ല കേട്ടോ. നല്ലപോലെ മിക്സാക്കിയതിൻ്റെ ശേഷം ഫ്ലെയിം ഓൺ ആക്കാൻ വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഫ്ലെയിം ഓൺ ആക്കിയിട്ട് വേണമെങ്കിലും ചെയ്യാം. ഇത് അവിലായതുകൊണ്ട് തന്നെ പെട്ടെന്ന് കുതിർന്ന് വരും. അതുപോലെ തന്നെ ഇതിൻ്റെ ആ ഒരു തേങ്ങാപ്പാൽ നല്ലപോലെ പെട്ടെന്ന് വെറ്റി കിട്ടും ചെയ്യും കേട്ടോ. അപ്പോൾ ഏകദേശം ഞാൻ കട്ടകളൊക്കെ അത് ഉടച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓണാക്കാം. ഓണാക്കിയതിൻ്റെ ശേഷം നമുക്ക് ഇളക്കി കൊടുക്കാം. അപ്പോഴും നമ്മൾ മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതുപോലെ അങ്ങനെ കൈവിടാതെ ഇളക്കി കൊടുക്കണം. ഇത് നമ്മൾ ഫ്ലെയിം ഓണാക്കിയതിൻ്റെ ശേഷം ഏകദേശം ഒരു 2 മിനിറ്റ് ആകുമ്പോഴത്തേന് തന്നെ നല്ലപോലെ ഇതൊന്ന് വറ്റി കിട്ടും. ഇത് നമ്മൾ ഹലുവയൊക്കെ തയ്യാറാക്കണ പോലെയാണ് കേട്ടോ. പക്ഷേ അതിലേക്ക് കൂടുതലായിട്ട് നമ്മൾ നെയ്യൊക്കെ ഒഴിക്കുമല്ലോ. ഇത് പിന്നെ തേങ്ങാപ്പാലായതുകൊണ്ട് തന്നെ ഇതിലേക്ക് കൂടുതലായിട്ട് നെയ്യൊന്നും ആവശ്യമില്ല കേട്ടോ.
അപ്പോൾ നമ്മൾ ഇതിനെടുക്കുന്നത് ഇപ്പോൾ ഞാൻ മട്ടാവിലായതുകൊണ്ട് തന്നെ ഇതിന് കുറച്ച് കളർ കിട്ടും. അപ്പോൾ വെള്ളവിലാണെങ്കിൽ കളർ കുറവായിരിക്കും. പിന്നെ നമ്മൾ ശർക്കര എടുക്കുന്നതും അത്യാവശ്യം നല്ല കളറുള്ള ശർക്കര തന്നെ എടുക്കുക. അപ്പോൾ പലഹാരം ഉണ്ടാക്കി വരുമ്പോൾ നല്ലൊരു കളറിലായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമ്മളിത് ഇളക്കി കൊടുക്കാൻ വേണ്ടി തുടങ്ങിയിട്ട് ഏകദേശം 2 മിനിറ്റ് ആയിട്ട് അപ്പോഴേക്കും കണ്ടത് ഇതുപോലെ പാനിൽ നിന്നൊക്കെ വിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്കുള്ള ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ശർക്കരപ്പാനി ഉണ്ടല്ലോ, അതൊന്ന് അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ള ശർക്കര അത്യാവശ്യം നല്ല കളറുള്ളത് തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ 4 അച്ച് ശർക്കര ഈ ഒരു പലഹാരത്തിന് അത്യാവശ്യം നല്ല മധുരമുണ്ട്. ഇനി ഇത്ര വേണ്ടെങ്കിൽ നിങ്ങൾക്ക് 3 അച്ച് ശർക്കര എടുത്താൽ മതി. അപ്പോൾ പിന്നെ പാകത്തിനുള്ള മധുരമായിരിക്കും. ഇനി ശർക്കര ചേർത്തിട്ട് ഇത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ കട്ട പിടിക്കും. അതൊക്കെ നല്ലപോലെ ഒന്ന് ഈ തവി വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ ഉടച്ചു കൊടുക്കുക. ഈ ഒരു സമയത്തൊക്കെ മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഒരിക്കലും ഇതിന് ഫ്ലെയിം കൂട്ടി കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ശർക്കര ഒഴിച്ചിട്ട് ജസ്റ്റ് 1 മിനിറ്റ് ആകുമ്പോഴത്തേനും ഇത് നല്ലപോലെ ഒന്ന് വറ്റി കിട്ടും. അപ്പോൾ അത് നല്ല മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഒരുവിധം കട്ടകളെല്ലാം തന്നെ ഉടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പെട്ടെന്ന് ഉടഞ്ഞ് കിട്ടും. അവിലല്ലേ, നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഉടഞ്ഞ് കിട്ടും. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ നെയ്യാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹലുവൻ്റെയൊക്കെ പോലെ ഒരുപാട് നെയ്യ് ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. 1 ടേബിൾ സ്പൂൺ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി ഫസ്റ്റ്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. തേങ്ങാപ്പാൽ ചേർത്തുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് തന്നെയാണിത്. അപ്പോൾ നെയ്യ് ചേർത്തിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ആ ഒരു സമയത്ത് ഇതൊന്നും കൂടി ഒന്ന് ടൈറ്റായിട്ട് വരും കേട്ടോ. നെയ്യൊക്കെ ചേർത്തിട്ട് 1 മിനിറ്റോളം ഞാൻ ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നേരത്തെ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ഒരു കപ്പലണ്ടി ഉണ്ടല്ലോ, അതാണ്. ഇനി ഈ ഒരു പൊടി എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഈ ഒരു കപ്പലണ്ടിക്ക് പകരം നിങ്ങൾക്ക് കാഷ്യൂനട്ടും ചേർത്ത് കൊടുക്കുക കേട്ടോ, പൊടിച്ചത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏതാണോ അത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കുക കേട്ടോ. എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ നമ്മളിതൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇപ്പോൾ ആ കപ്പലണ്ടിയൊക്കെ ചേർത്തിട്ട് നല്ലപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് വീണ്ടും ഇത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ ഞാനിതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ 2 മിനിറ്റോളം തന്നെ ഇത് ഇളക്കി കൊടുക്കണം കേട്ടോ. എന്നിട്ട് നല്ലപോലെ പാനിൽ നിന്ന് ഇങ്ങനെ വിട്ട് കിട്ടണം. ആ രീതിയിലായി കിട്ടുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. പിന്നെ നെയ്യ് ഒഴിച്ചിട്ട് വീണ്ടും നമ്മൾ ഇതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കുമ്പോൾ ഇതിന് ചെറുതായിട്ട് ഇങ്ങനെ കളർ മാറി വരും കേട്ടോ. നല്ല ബ്രൗൺ കളറായിട്ട് വരും. അപ്പോൾ തവി കൊണ്ട് നമ്മൾ ഇതുപോലെ തന്നെ ഇളക്കി യോജിപ്പിച്ചെടുക്കുമ്പോൾ ഒരു ബൗൾ പോലെ ആയിട്ട് ഇങ്ങനെ നമുക്ക് വിട്ട് കിട്ടണം. അപ്പോൾ ഏകദേശം ഇതായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. നമ്മൾ കപ്പലണ്ടി ചേർത്താണ്, പിന്നെ അതുപോലെ തന്നെ നെയ്യൊക്കെ ചേർത്തുകൊണ്ട് തന്നെ ആ ശർക്കരൻ്റെയൊക്കെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. അപ്പോൾ ഇത്ര മതി. നമുക്കിതിൻ്റെ ഒരു പാകം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ. ഈ രീതിയിൽ കിട്ടിയാൽ മതി. നമുക്കിത് സെറ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ ഇതുപോലത്തെ പാത്രമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതിൽ കുറച്ച് നെയ്യ് തടവി കൊടുത്തിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏത് പാത്രമാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. സ്റ്റീലിൻ്റെ പാത്രമോ അല്ലെങ്കിൽ ഗ്ലാസിൻ്റെ ഏത് പാത്രമാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ആ ചൂടോടുകൂടെ തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോഴുള്ളൂ പെട്ടെന്ന് സെറ്റായിട്ട് കിട്ടുള്ളൂ. ഇത് നമ്മൾ പുറത്ത് 1 മണിക്കൂർ നേരം മാത്രം വെച്ചാൽ മതി കേട്ടോ. അപ്പോഴേക്കും ഇത് സെറ്റായി വെക്കും. നമ്മൾ ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. സാധാരണ പുറത്ത് വെച്ചിട്ട് തന്നെ ഇത് സെറ്റാക്കി എടുത്താൽ മതി. ഈ ഒരു പലഹാരം നമ്മൾ കഴിക്കുമ്പോൾ അവിൽ വെച്ചിട്ടാണ് തയ്യാറാക്കിക്കണമെന്ന് ഒട്ടും മനസ്സിലാവില്ല കേട്ടോ. അതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. ഇപ്പോൾ ഞാനിവിടെ സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ആ ഒരു സൈഡ് വശമൊക്കെ ഇതുപോലെ ഒന്ന് പ്രസ്സാക്കി കൊടുക്കുക കേട്ടോ. അപ്പോഴൊന്ന് ലെവലായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഒരു സ്പൂണോ അല്ലെങ്കിൽ അതുപോലത്തെ തവി എന്തെങ്കിലും എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്താൽ മതി കേട്ടോ. അതിൽ കുറച്ചൊന്ന് നെയ്യ് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ഇതിൻ്റെ എല്ലാ ഭാഗം ഒരേ രീതിയിലൊന്ന് ലെവലാക്കി എടുക്കണം കേട്ടോ. സെൻറ്റർ ഭാഗം സൈഡ് ഭാഗം ഒരേ രീതിയിലൊന്ന് ലെവലാക്കി എടുക്കണം. ഇത് സെറ്റ് ചെയ്തിട്ടിപ്പോൾ ഏകദേശം 1 മണിക്കൂർ നേരം കഴിഞ്ഞു. നല്ലപോലെ തണുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കൈകൊണ്ട് ഇതുപോലെ ആക്കുമ്പോൾ തന്നെ സൈഡിൽ നിന്നൊക്കെ തന്നെ വിട്ട് കിട്ടും കേട്ടോ. നമ്മൾ നെയ്യ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇളകി വരും. ഇനി ജസ്റ്റ് നമുക്കൊരു പാത്രത്തിലേക്കൊന്ന് കമഴ്ത്തി കൊടുക്കാം. അപ്പോൾ നല്ലപോലെ തണുത്തതിൻ്റെ ശേഷം മാത്രം മാറ്റുക കേട്ടോ പാത്രത്തിൽ നിന്ന്. അപ്പോൾ പെട്ടെന്ന് വിട്ട് കിട്ടും. കണ്ടോ, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ കട്ട് ചെയ്തെടുക്കുന്നത് ഇതേ രീതിയിലാണ്. കുറച്ച് നീളത്തിലായിട്ടാണ് കേട്ടോ മുറിച്ചെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഷേപ്പ് വേണമെങ്കിലും അതിനനുസരിച്ച് മുറിച്ചെടുത്താൽ മതി. അപ്പോൾ മുറിക്കുമ്പോൾ തന്നെ അറിയാം എത്രത്തോളം സോഫ്റ്റ് ആണെന്നുള്ളത്. അപ്പോൾ കുട്ടികൾ മാത്രമല്ല കേട്ടോ, വലിയവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി പലഹാരമാണ്. അപ്പോൾ ഞാൻ ഈ രീതിയിൽ മുറിച്ചെടുത്തതിന് ശേഷം ഇതിൻ്റെ സെൻറ്റർ വശത്തൂടെ വീണ്ടും ഒന്ന് മുറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതുപോലെയാണ് എടുക്കുന്നത്.
കണ്ട നമ്മുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്, അതുപോലെ തന്നെ കാണാനും കണ്ട നല്ല ഭംഗിയാണ്. അപ്പോൾ ഞാൻ കുറച്ച് വലിയ വലിയ പീസാക്കിയിട്ടാണ് മുറിച്ചെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ ചെറിയ പീസാക്കിയിട്ട് മുറിച്ചെടുക്കാം. അപ്പോൾ അവിൽ വെച്ചിട്ട് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എപ്പോഴും നമ്മുടെ വീട്ടിൽ കിട്ടുന്ന ചേരുവകൾ മാത്രം തന്നെയാണ് ഇതിൽ ചേർത്തിട്ടുള്ളത് കേട്ടോ. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഉപകാരപ്പെട്ടാൽ ഒന്ന് ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക.